കംബോഡിയയും തായ്ലൻഡും തമ്മിൽ സംഘർഷം. കംബോഡിയയുടെ പ്രവിശ്യകളിൽ തായ് സൈന്യം F-16 പോർ വിമാനം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി. കംബോഡിയൻ സൈന്യം തായ്ലൻഡിലെ ഗ്യാസ് സ്റ്റേഷൻ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ചിട്ടുണ്ട്. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി. പി ജെയിംസ്, ഇത് ഒരു അതിർത്തി തർക്കം എന്ന തരത്തിൽ അത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് വ്യാപിക്കുന്നതാണോ? എന്താണ് നിലവിൽ സംഭവിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും? അനുജ, ഇച്ചിരി ആശങ്കാജനകമായിട്ടുള്ള സിറ്റുവേഷനാണ് ഉള്ളത്. പ്രത്യേകിച്ച് തായ്ലൻഡിലൊക്കെ നമുക്ക് ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. തായ്ലൻഡ് പൊതുവെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. കംബോഡിയ ഇവരായിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ട ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നത് അതിർത്തിയിലുള്ള തായ്ലൻഡിൻ്റെയും കംബോഡിയയുടെ അതിർത്തിയിലുള്ള രണ്ട് ക്ഷേത്രങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ്. അതിൻ്റെ പേരിൽ തായ്ലൻഡിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ തായ്ലൻഡ് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-16 വിമാനം ഉപയോഗിച്ച് കംബോഡിയയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റേഷൻ ആക്രമിച്ചിരിക്കുന്നു കംബോഡിയ. അവർ റോക്കറ്റുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ, വെറും സംഘർഷം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റുമുട്ടലിൻ്റെ തലത്തിലേക്ക് ഇത് വന്നിരിക്കുന്നു. യുദ്ധം പ്രഖ്യാപിക്കുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സംഘർഷം ഒരു ഏറ്റുമുട്ടലിൻ്റെ തലത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് അതിർത്തി കടന്ന് ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ ഇത് ഫ്ലെയറപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അവിടുത്തെ തങ്ങളുടെ സിറ്റിസൺസിനോട്, പൗരന്മാരോട് കരുതലോടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊരു യുദ്ധമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ തായ്ലൻഡ് അറിയപ്പെടുന്നത് ഒരു ന്യൂട്രൽ കൺട്രി ആയിട്ടാണ്. 2ാം ലോക മഹായുദ്ധ കാലത്തും അങ്ങനെയായിരുന്നു. ജപ്പാൻ കയറി തായ്ലൻഡിനെ ആക്രമിച്ച് അന്ന് കീഴടക്കിയതാണ്. അത് സംബന്ധിച്ച് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള മലയാളി റോയിറ്റേഴ്സിൻ്റെ ജേർണലിസ്റ്റ് M. ശിവറാമിൻ്റെ റോഡ് ടു ഡൽഹി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ജേർണലിസ്റ്റുകൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തായ്ലൻഡിൻ്റെ ഇതിലെ ന്യൂട്രൽ കൺട്രി ആക്രമിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ കപ്പലുകളുമായി നിന്ന് ജപ്പാൻകാരെ ഒഴിപ്പിച്ചു കൊണ്ടുപോയി തായ്ലൻഡ് കീഴടക്കിയ ചരിത്രം. 6 മണിക്കൂറിനുള്ളിൽ ജപ്പാൻ തായ്ലൻഡിനെ കീഴടക്കി. അത് മാറ്റി നിർത്തിയാൽ പൊതുവെ തായ്ലൻഡ് അങ്ങനെ യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അതിർത്തി തർക്കം അതിശക്തമാണ്. കംബോഡിയയും തായ്ലൻഡുമായിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വൈരാഗ്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഈ തരത്തിലേക്ക് എത്തിയിരുന്നില്ല. ആയുധ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും യുദ്ധമുണ്ടാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അവർ ഇസ്രായേൽ ഗസയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന 21 മാസമായിട്ട് 3.5 വർഷമായി ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 3ാമത് ഒരു യുദ്ധമുഖം കൂടി തുറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ യുദ്ധമുണ്ടാവുമെന്ന് വിചാരിക്കുന്ന പ്രേക്ഷകർ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും തായ്ലൻഡിലെ മലയാളികളടക്കമുള്ള ഒരുപാട് ഇന്ത്യക്കാരുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇത് ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ. എന്തായാലും നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും. അതൊക്കെ കാണിക്കുന്നത് എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ്. F-16 വിമാനങ്ങളൊക്കെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് F-16 ആണ്. F-16 വിമാനങ്ങൾ അത്യാധുനിക വിമാനങ്ങളിൽ പെട്ടതാണ്. F-35 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വിമാനമെങ്കിലും. അപ്പോൾ ഇപ്പോഴത്തെ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന കംബോഡിയയ്ക്ക് ഒരുപാട് കാലഘട്ടത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് താനും. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, വൈഡർ കോൺഫ്ലിക്റ്റിലേക്ക് വരുമെന്നറിയില്ല. ചൈനയൊക്കെ ഇടപെട്ട് അവരുടെ പൗരന്മാരോട് കരുതിയിരിക്കാൻ പറഞ്ഞാൽ കാണിക്കുന്നത് ഇതൊരു വാറിൻ്റെ തലത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയിൽ തന്നെയാണ് അനുജ. ഇതിലിപ്പോൾ ഒരു ആഭ്യന്തര പ്രശ്നം കൂടി തായ്ലൻഡിൽ നിലനിൽക്കുന്നുണ്ടല്ലോ പി ജെയിംസ്. അതിർത്തി തർക്കത്തെ തുടർന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ്, എനിക്ക് തോന്നുന്നു ഈ മാസം ആദ്യമാണ്, അവിടുത്തെ ഭരണഘടനാ കോടതി തായ്ലൻഡ് പ്രധാനമന്ത്രിയെ സസ്പെൻഡ് ചെയ്യുകയും ഒരു ഫോൺ കോളിൻ്റെ പേരിൽ ആ തരത്തിലേക്ക് ഒരു ആഭ്യന്തര തർക്കത്തിലേക്കൊക്കെ ഇത് പോവുകയും വലിയൊരു പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ തായ്ലൻഡിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ കൂടിയാണല്ലോ ഈ സംഘർഷം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അനുജ, തായ്ലൻഡിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി തന്നെ ഇടപെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തായ്ലൻഡിൽ ഒരു ഭരണ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കംബോഡിയയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്. കാരണം തായ്ലൻഡ് ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ കഴിയുന്ന സമയത്താണ് കംബോഡിയ കയറി. കാരണം ആദ്യത്തെ ആക്രമണം വന്നിരിക്കുന്നത് കംബോഡിയയുടെ ഭാഗത്തു നിന്നാണ്. 2 പേരെ അതിർത്തിയിൽ കൊലപ്പെടുത്തുകയും ക്ഷേത്രത്തിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ ഗ്യാസ് സ്റ്റേഷനിലേക്ക് മറ്റേ
റോക്കറ്റ് അയക്കൊക്കെ ചെയ്തത് കംബോഡിയയാണ്. ഒരുപക്ഷെ തായ്ലൻഡ് അതിന് തിരിച്ചടിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇറക്കിയാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ഇത് പെട്ടെന്ന്, കാരണം സാധാരണ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ വെടിവെപ്പ് അടക്കം കുറച്ച് പേര് മരിക്കും, അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് അതിർത്തി കടന്ന് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും 3 ദിവസമേ ഏറ്റുമുട്ടിയുള്ളെങ്കിലും അത് പ്രത്യേകം സ്ട്രോങ് ആയിട്ടൊരു ഇടപെടലൊക്കെ വന്നാണത് നിന്നത്. ആ ദിവസങ്ങളിലും ഈ തരത്തിൽ വിമാനങ്ങൾ കയറി ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടതാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ 12 ദിവസത്തെ ഏറ്റുമുട്ടൽ നടന്നപ്പോഴും അതിഭീകരമായിട്ടുള്ള അറ്റാക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാനും ഇസ്രായേലും നടത്തിയത്. വൻ നാശനഷ്ടം ഉണ്ടായത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ 200 യുദ്ധവിമാനങ്ങളാണ് ഒറ്റയടിക്ക് ടെഹ്റാനിൽ തീ വിതച്ചത്. ഇപ്പുറത്തേക്ക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു നിര തന്നെ 100 കണക്കിന് അയച്ചാണ് ഇസ്രായേലിനെ ഇറാനും തിരിച്ചു വിറപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ അധികം സമയം വേണ്ട. അത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഔദ്യോഗികമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാൽ മാത്രമാണ് അത് യുദ്ധമായിട്ട് അറിയപ്പെടുള്ളൂ. അതിൻ്റെ ഭരണാധികാരി, ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവയ്ക്കണം, പാർലമെന്റിനെ അറിയിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് പോകില്ലെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ എപ്പോഴും വലിയൊരു പ്രശ്നമുള്ളത് അനുജ, നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ സംഘർഷം വരുമ്പോൾ വളരെ ശക്തമായിട്ട് ഐക്യരാഷ്ട്രസഭ ഇടപെടും. അവരുടെ രക്ഷാസമിതി ഏറ്റവും ശക്തമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ട്, അവരിടപെടും, അവരോട് അടങ്ങിയിരിക്കാൻ പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി UN സേന ആക്രമിക്കുന്നു പറയും. പക്ഷെ ആ തരത്തിൽ ഒന്നുമില്ല. UN എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. ഇസ്രായേല് ഗസ യുദ്ധത്തിലായാലും ഉക്രൈൻ യുദ്ധത്തിലായാലും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അനുജ. അതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിർത്തി തർക്കം കൂടുതൽ രൂക്ഷമായിരുന്നു. അപ്പോൾ കൂടുതൽ സൈന്യത്തെ അയക്കുന്നതിലേക്കൊക്കെ ഇരു രാജ്യങ്ങളും കടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു സംഘർഷത്തിന്റെ വാർത്ത കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വരുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ്. കംബോഡിയ പ്രവിശ്യകളിൽ തായ് സൈന്യം F-16 പോർ വിമാനം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി എന്നതാണ് വാർത്ത. സൈന്യം തായ്ലൻഡിന്റെ ഗ്യാസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നയതന്ത്ര പ്രതിനിധികളെ അടക്കം പിൻവലിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതിന്റെ വിശദാംശങ്ങൾ, അത് കൂടുതൽ വാർത്തകൾ അടുത്ത നിമിഷങ്ങളിൽ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമ്മളത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും.